മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 46-ാം വാക്യം. യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. ഈ ഒരു വചനഭാഗത്തിന് ദൈവം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മളോട് പറയുക. ഒന്ന്, ജാഗ്രതയോടുകൂടി വിശ്വസ്തരായിരിക്കാനായിട്ട്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ അലസത ഇഷ്ടം പോലെയുണ്ട്. പണിയൊന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലും സമ്പാദ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്നേറിയിരിക്കും. കാരണം കഷ്ടപ്പാടുകളൊന്നും പറ്റത്തില്ല. പക്ഷേ ഏറ്റവും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നു, ജാഗ്രതയോടുകൂടി വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുന്നവനാ യഥാർത്ഥ ഭൃത്യൻ എന്ന് പറയുന്നത്. അവനാണ് യജമാനന്റെ അംഗീകാരം നേടിയെടുക്കാനായിട്ട് പറ്റുക. നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ഇതേ ജാഗ്രതയാണ്. ജാഗ്രതയോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഏത് സമയവും ജാഗ്രതയുള്ളവരായിരിക്കും. ജാഗ്രത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപകടങ്ങളിൽ നമ്മൾ ചെന്നുപാടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ജാഗ്രതയോടുകൂടി എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഭൃത്യന്മാരാ, ഉടമസ്ഥരല്ല കേട്ടോ, നമ്മൾ കാര്യസ്ഥന്മാരാ. എല്ലാം എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതാ. ഒന്നും എൻ്റെ സ്വന്തമല്ല. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക, സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് അതിൻ്റെ പൂർണ്ണ വിശ്വസ്തതയിൽ നിർവഹിച്ച് തിരിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ചതുപോലെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുക. ഇല്ല എങ്കിൽ തിരസ്കരിക്കപ്പെടും. നമുക്ക് സ്ഥാനമൊന്നും ലഭിക്കാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. പലപ്പോഴും ഉടമസ്ഥരായിട്ട് ജീവിക്കാനായിട്ട് ഇഷ്ടമാണ്. ലഭിച്ചതൊക്കെയും നമ്മുടെ സ്വന്തമാണ് എന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. എന്നാൽ ഒന്ന് തിരിച്ചറിയുക, ഇതിൻ്റെ ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല നമ്മൾ. മറിച്ച് നമ്മൾ ആരാണ്? കാര്യസ്ഥര. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതിൻ്റെ കാര്യസ്ഥര. വിശ്വസ്തയോടുകൂടി ഈ കാര്യസ്ഥത നിറവേറ്റി അത് തിരിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ഒന്ന്, ജാഗ്രതയോടുകൂടി വിശ്വസ്തയോടുകൂടി എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ? രണ്ട്, എന്നെ ഏൽപ്പിച്ചവയൊക്കെയും തിരിച്ച് അതേ വിശ്വസ്തയോടുകൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്ക വിധമാണോ ഞാനത് കാത്തുപരിപാലിക്കുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ദൈവം ഏൽപ്പിച്ചവയൊക്കെ വിശ്വസ്തയോടുകൂടി പൂർത്തിയാക്കുവാനായിട്ട്, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട്, ലഭിച്ചതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി അവ പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.